ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും യൂസ് ചെയ്യുന്ന എൻ്റെ കുട്ടി ആർട്ട് സപ്ലൈ കളക്ഷനാണ് കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ വലിയ ഗംഭീരമായിട്ടുള്ളതൊന്നുമല്ല, ഒരു ചെറിയൊരു കളക്ഷൻ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് ഡ്രോയിങ് ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും അധികവും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലാസ്മേറ്റിൻ്റെ ഈ ഒരു പെൻസിൽ ഡ്രോയിങ് ബുക്കാണ് കേട്ടോ. നമ്മൾ നോർമലി സ്കൂളിലൊക്കെ ഡ്രോയിങ് സബ്ജക്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ആ സബ്ജക്റ്റിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബുക്കാണല്ലോ, ഡ്രോയിങ്ങിൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന ബുക്കാണല്ലോ ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനത്തെ ബുക്കിലാണ് ഞാൻ ആദ്യമായിട്ട് വരച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത്യാവശ്യം നമുക്ക് പെൻസിൽ ഷെയ്ഡിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ബുക്കാണല്ലോ. അതേപോലെ തന്നെ ഭയങ്കര അഫോർഡബിളുമാണ്. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ ബുക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സെക്കൻഡ് ബുക്കാണ് എൻ്റെ. ഫസ്റ്റ് ബുക്കിൽ ഇതിലും കുറച്ചുകൂടെ ഒരു ലോ ലെവൽ ആയിട്ടാണ് ഞാൻ വരച്ച് പഠിച്ചിട്ടുള്ളത്. ഇത് അത്യാവശ്യം ഒരു ലെവലിലോട്ടൊക്കെ എത്തിയപ്പോഴത്തേക്കും ഞാൻ വരച്ചിട്ടുള്ള പിക്ചേഴ്സാണ് കേട്ടോ ഇതിൽ ഫുള്ള്. അങ്ങനെയുള്ള ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഡ്രോയിങ് ആർട്ട് അതിലേക്കൊക്കെ ബിഗിനേഴ്സ് എന്ന നിലയിലാകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ബുക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഞാൻ അത്യാവശ്യം വരകളൊക്കെ തുടങ്ങി പിന്നെ പെയിൻറ്റിങ്ങിലോട്ട് കടന്നപ്പോഴത്തേക്കും ഞാൻ യൂസ് ചെയ്യുന്ന പെയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫെവിക്രൈലിൻ്റെ അക്രാലിക് കളേഴ്സാണ് കേട്ടോ. ഈ ഒരു കളേഴ്സ് മോസ്റ്റ് ഫേവറേറ്റ് ആണ്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് തീരും. പക്ഷേ അതനുസരിച്ച് നമുക്ക് ഇതിപ്പോൾ ബോക്സായിട്ടും നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും, അല്ലാതെ നമുക്ക് സെപ്പറേറ്റ് ഓരോ കളേഴ്സ് അനുസരിച്ചിട്ടും മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതിൻ്റെ പേസ്റ്റൽ ഷെയ്ഡ്സ് കിട്ടും, പിന്നെ അതേപോലെ കുറച്ചുകൂടെ ഇങ്ങനെ ഗ്ലിറ്ററി ആയിട്ടിരിക്കുന്ന ഷെയ്ഡ്സൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ക്യാമലിൻ്റെ ഓയിൽ പേസ്റ്റൽ കളറ്. ഇത് ഞാൻ വൺസ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്കത്ര കംഫർട്ടബിൾ അല്ല ഞാൻ ഓയിൽ പേസ്റ്റിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അധികവും ഞാൻ അക്രൈലിക് കളേഴ്സാണ് ചെയ്തിട്ടുള്ളത്. ക്യാൻവാസ് പെയിൻറ്റിങ്ങും എല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് അക്രൈലിക് കളേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് സാൻഡാണ് കേട്ടോ. വൈറ്റ് സാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഞ്ചസാര തരി പോലെ ഇരിക്കും കാണാൻ വേണ്ടിയിട്ട്. എക്സാക്റ്റ് പഞ്ചസാര പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് നമുക്ക് പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യാം, ബോട്ടിൽ ആർട്ട് അതിനൊക്കെ നമുക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ്. ഇത് അത്യാവശ്യമൊക്കെ ഞാൻ ക്രാഫ്റ്റിനും ആർട്ടിനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ക്ലേ മേടിച്ചത് എന്തോ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. പക്ഷേ ഇത് ഭയങ്കര ലോക്കലായിട്ടുള്ള ക്ലേ ആണ്. ഭയങ്കര ചീപ്പ് റേറ്റിന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ക്ലേ ആണ് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ എനിക്ക് ഷേപ്പിലോട്ട് അതിനെ മൗൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ 2 മൗൾഡ് കിട്ടുന്നുണ്ട്. ഒരു ചില്ലി ഷേപ്പും ഒരു ബനാന ഷേപ്പും അങ്ങനെ എന്തോ ഇരിക്കുന്നുണ്ട്. അതിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നല്ലാതെ എനിക്കല്ലാതെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ആർട്രീനേൻ്റെ ക്യാൻവാസ് പാഡ്. ക്യാൻവാസിലോട്ട് നമ്മൾ പിക്ചറൊക്കെ വരച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ ക്യാൻവാസ് പാഡ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇതിൻ്റെ ഓരോ പേപ്പേഴ്സും കണ്ടില്ലേ, ഭയങ്കര ഒരു എന്താ നമുക്ക് ഭയങ്കര ഗ്രിപ്പുണ്ട്. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഓരോ കളേഴ്സൊക്കെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സുഖമാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സാണ് ഇതൊക്കെ കേട്ടോ. അത്യാവശ്യം നല്ല പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ, തെയ്യം. പിന്നെ കുറച്ചധികം ഉണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാത്ത കുറച്ച് പെയിൻറ്റിങ്സും കൂടെ ഈ ഒരു ബുക്ക് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് പല സൈസിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ വലുതുണ്ട്, ചെറുതുണ്ട്. ഇത് 12x16 സൈസാണ്. ഈ ഒരു പാഡിൽ, ക്യാൻവാസ് പാഡിൽ ഒരു 10 ഷീറ്റ്സ് നമുക്ക് കിട്ടും കേട്ടോ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ക്യാൻവാസിൻ്റെ തന്നെ ബോർഡാണ് കേട്ടോ, ക്യാൻവാസ് ബോർഡ്. അപ്പം ഇതും നമുക്ക് പല സൈസിൽ അവൈലബിൾ ആണ്. ചെറുതുണ്ട്, വലുതുണ്ട്, മീഡിയം സൈസിലുണ്ട്, എക്സ്ട്രാ സ്മോൾ സൈസിലൊക്കെ വരുന്നുണ്ട്. റൗണ്ട് ഷേപ്പിലുണ്ട്, സ്ക്വയർ ഷേപ്പിലുണ്ട്, ട്രയാങ്കിൾ ഷേപ്പിലുണ്ട്. ഞാൻ അധികവും സ്ക്വയർ ഷേപ്പിലുള്ളതാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം വലുതായിട്ടുള്ള ഒരു ക്യാൻവാസ് ബോർഡാണ് കേട്ടോ. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് സുഖമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഈസിലി നമുക്ക് കളേഴ്സൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ക്യാൻവാസിൻ്റെ ബോർഡാണ് കേട്ടോ. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളതാണ് ഈ ഒരു പേപ്പർ. ഇത് നോർമൽ ഷീറ്റ്സ് അല്ല,
നമ്മൾ ക്യാൻവാസിൻ്റെ അതേ ടെക്സ്ചറിൽ വരുന്ന A4 സൈസിൽ വരുന്ന ഷീറ്റ്സ് ആണ് കേട്ടോ. ഇതിൽ നമുക്ക് പെൻസിൽ ഡ്രോയിങ് ചെയ്യാം, പെൻസിൽ ഷെയ്ഡിങ്, ഓയിൽ പേസ്റ്റൽ, വാട്ടർ കളർ, എക്രാലിക് പെയിൻറ്റിങ്, ക്രയോൺസ്, അങ്ങനെ എല്ലാ ടൈപ്പും ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ല ക്യാൻവാസിൻ്റെ അതേ ടെക്സ്ചറിൽ വരുന്ന പേപ്പറാണ്. ഇതും നമുക്ക് പല സൈസിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ളത് A4 സൈസിൽ വരുന്നതാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ചെയ്തിട്ട് നമുക്ക് നോർമൽ ഫ്രെയിമൊക്കെ മേടിച്ചിട്ട് നമുക്ക് അതിലങ്ങനെ ഫ്രെയിമൊക്കെ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഒരു ഡയറി ഫോമിലിരിക്കുന്ന ഒരു ബുക്കാണ്. അത്യാവശ്യം കട്ടിയുള്ള പേപ്പറാണ്. എന്നാൽ നമ്മളുടെ നോർമൽ പേപ്പറും അല്ല, അതേപോലെ തന്നെ ക്യാൻവാസ് ടെക്സ്ചറുള്ള പേപ്പറും അല്ല. ഡൂഡിൽ ആർട്സൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബുക്കാണ് കേട്ടോ. പിന്നെ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഞാൻ ഡ്രോയിങ് പെൻസിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു പെൻസിലാണ് കേട്ടോ. ഡ്രോയിങ് പെൻസിലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഫേബർ കാസലിൻ്റെ ഈ ഒരു ഡ്രോയിങ് പെൻസിലാണ്. ഇതിൽ 6 പെൻസിൽസ് വരുന്നുണ്ട്. 6ഉം ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷെയ്ഡിങ് കൊടുക്കുമ്പോഴത്തേക്കും പെൻസിൽ ഷെയ്ഡിങ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ പെൻസിലിൻ്റെ പുറത്തുണ്ടാകും, അതിൻ്റെ ഷെയ്ഡ്സ് ഉണ്ടാകും കേട്ടോ. അതനുസരിച്ച് നമുക്ക് കൊടുക്കാം. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് ചാർക്കോൾ പെൻസിലാണ്. ഇത് നമ്മളുടെ കരിയുടെ എഫക്റ്റാണ് കേട്ടോ ശരിക്കും ഇതിന്. ഇത് 3 പെൻസിലേ വരുന്നുള്ളൂ, ഹാർഡ്, മീഡിയം, സോഫ്റ്റ്, അങ്ങനെയാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. അപ്പോൾ നമുക്ക് ഹാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യാം, അതേപോലെ മീഡിയം, സോഫ്റ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതും അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ചാർക്കോൾ പെൻസിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തത് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതിലൊരു ബഡ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. അതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പിക്ചേഴ്സൊക്കെ. ഈ ഒരു കൃഷ്ണയുടെ കൃഷ്ണ ആർട്ടും അതേപോലെ തന്നെ കഥകളി ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹ്യൂമൻ ഹാർട്ടുണ്ടല്ലോ, അതും ഞാൻ ചെയ്തേക്കുന്നത് ചാർക്കോൾ പെൻസിൽ ഷെയ്ഡിങ് ആണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഈ ഒരു ചാർക്കോൾ പെൻസിലിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, നമുക്ക് വൺസ് നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് നോർമൽ ഇറേസർ വെച്ചിട്ട് നമുക്കത് പോകത്തില്ല. ചാർക്കോൾ പെൻസിലിൻ്റെ ഇത് മായ്ക്കാനായിട്ട് തന്നെ ഒരു ഇറേസറുണ്ട്, അത് വെച്ചിട്ട് തന്നെ നമ്മൾ മായ്ക്കണം. അതേപോലെ തന്നെ ഷാർപ്പൻ ചെയ്യാനും നമ്മൾ ചാർക്കോൾ പെൻസിൽ ഷാർപ്പൻ ചെയ്യാനായിട്ട് തന്നെയുള്ള ഷാർപ്പനർ യൂസ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിതൊരു നോർമൽ ഫാൻസി സ്റ്റോറിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ഇറേസറും ഷാർപ്പനറും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കത്തി വെച്ചിട്ടാണ് ജസ്റ്റ് ഷാർപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മായ്ക്കാൻ വേറൊരു നിവൃത്തിയും ഇല്ല കേട്ടോ. പിന്നെ ഓൺലൈനിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ഇറേസറും ഷാർപ്പനറും മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. പിന്നെ ഉള്ളതാണ് പെയിൻറ്റിങ് ബ്രഷ് കേട്ടോ. ഇത്രയും ബ്രഷുണ്ട്, പക്ഷേ ഇത്രയും ബ്രഷ് ഉണ്ടെങ്കിലും അതിൽ കുറച്ച് ബ്രഷ് മാത്രമേ ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷുള്ളൂ. പകുതി മുക്കാലും അതിൽ ഡാമേജാണ്. പക്ഷെ എന്നാലും ഞാനതൊന്നും കളഞ്ഞിട്ടില്ല, എന്തിനെങ്കിലുമൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പെയിൻറ്റിങ്ങിനല്ലെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിന് വേണ്ടിയിട്ട് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതുകൊണ്ട് അത് കളഞ്ഞിട്ടില്ല, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ അധികവും ക്യാൻവാസ് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ സീനറി, അല്ലെങ്കിൽ അധികവും ഞാൻ ചെയ്യുന്നത് ഡിവൈൻ ആയിട്ടുള്ള ആർട്ട് ഫോം ആയിരിക്കും. അപ്പോൾ അതിന് സ്യൂട്ടബിളായിട്ട് ഉള്ളതാണ് ഇതൊക്കെ. ഫ്ലാറ്റ് ബ്രഷാണ്. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ബിഗ് സൈസിൽ വരുന്ന ക്യാൻവാസിലൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫിനിഷിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഫ്ലാറ്റ് ബ്രഷസ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മൾ സ്മൂത്തായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ തന്നെ പല ഡിഫറെൻറ്റ് ഫോമിൽ വരുന്ന ഫ്ലാറ്റ് ബ്രഷാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ള ബ്ലാക്ക് ഇതിൽ വരുന്ന ആ ഒരു ബ്രഷ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം പുതിയ ബ്രഷാണ്, കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയുള്ള ബ്രഷാണ്. പക്ഷേ എനിക്കത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ പെയിൻറ്റ് ഒട്ടും ഇങ്ങനെ പിടിക്കാത്തത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ അതുകൊണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. മറ്റേ 2 ബ്രഷുമാണ് ഞാൻ അധികം യൂസ് ചെയ്യാറ്. പിന്നെ നമുക്ക് ഈ ഔട്ട്ലൈൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള പോയിൻ്റ് വരുന്ന ബ്രഷാണ് ഇത്. 1 ആണ് കേട്ടോ ഇതിൻ്റെ ബ്രഷിൻ്റെ ഇത് വരുന്നത്. അപ്പം അത്യാവശ്യം നല്ല നമുക്ക് ഫൈൻ ആയിട്ട് നമുക്കിങ്ങനെ ഔട്ട്ലൈനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ബ്രഷാണ് ഈ ഒരു പോയിൻ്റ് ഇത് വരുന്ന ബ്രഷ്.
പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു വൈറ്റ് സാൻഡ് ഉണ്ടല്ലോ, ആ വൈറ്റ് സാൻഡ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ബോട്ടിൽ ആർട്ട് പോലെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, അതിലിങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും തരി തരി പോലെ ഉണ്ടാകും. നമുക്ക് അതിൽ ഇഷ്ടമുള്ള കളേഴ്സ് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഫെവിക്കോൾ മിക്സ് ചെയ്തിട്ട് നമുക്കതിങ്ങനെ തൂവി കൊടുക്കാം. അത് സ്റ്റിക്കായതിന് ശേഷം അതിൻ്റെ പുറത്തു കൂടെ നമുക്ക് പെയിൻറ്റ് അടിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ഉണ്ടാവും തരി തരി പോലെ, നല്ലൊരു തൊടുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ കയ്യിലുള്ള ഒരു കുട്ടി ആർട്ട് സപ്ലൈ കളക്ഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.